ഹലോ ഫ്രണ്ട്സ്, ന്യൂ അപ്ഡേറ്റ്സ് എന്നതിലേക്ക് സ്വാഗതം. ഹണ്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ OTT റിലീസ് മെയ് 23 ഉണ്ടാവും എന്നുള്ള അറിയിച്ചിട്ടുണ്ട് ആമസോൺ പ്രൈമിലൂടെ. സിംപ്ലി സൗത്തിലൂടെ ഉണ്ടായിരിക്കും. പിന്നെ ചിന്ന ആസൈ പാട്ടല്ല പടം. ആ പടത്തിന്റെ ഒരു ഫസ്റ്റ് പോസ്റ്റർ ഉണ്ട്, സ്ക്രീനിൽ കാണിക്കാം. ഇന്ദ്രൻസാണ് മെയിൻ കഥാപാത്രം എത്തുന്നത്. പിന്നെ യോഗി ഇഡ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ വിശാലും സായിധൻ സിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സായിധൻ സിംഗ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വിശാലിനായിട്ടുള്ള മാരേജ് ഓഗസ്റ്റ് 29 അടക്കുന്ന രീതിയിൽ. പിന്നെ തുടരും എന്ന് പറഞ്ഞ പടത്തിന്റെ 25 ദിവസം തിയേറ്ററിൽ ഓടിയ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്, അതിന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും വേൾഡ് വൈഡ് കയറ്റി പടം 222.20 കോടിയാണ് ഇതുവരെയായിട്ട് നേടിയിട്ടുള്ളത്. 24 ദിവസം കൊണ്ട് നേടിയിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് മാത്രം 110.20 കോടി ആയിട്ടുണ്ട്. പിന്നെ മോഹൻലാലിന്റെ ഷൂട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന പടമാണ് സത്യന്തിക്കാട് ഡയറക്ഷൻ ചെയ്യുന്ന ഹൃദയപൂർവ്വം പറഞ്ഞിട്ടുള്ള പടം. അപ്പോൾ ആ പടം പാക്കപ്പ് അതിൻ്റെ അറിയിച്ചുകൊണ്ട് ഒരു ക്ലാപ്പ് ബോർഡിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ടീമൊക്കെ കൂടിയിട്ട് നിന്നിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും സ്ക്രീൻ കാണിക്കുന്നുണ്ട്. എന്തായാലും പടം ഓഗസ്റ്റ് 28 ആശീർവാദ് സിനിമാസ് പുറത്തിറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഓണത്തിന്റെ ഭാഗമായിട്ട്. പിന്നെ സൂര്യ 46 എന്ന് പറഞ്ഞിടത്തിന്റെ ലോഞ്ച് ഇന്നലെ നടക്കുമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ തന്നെ ഉറപ്പിച്ചാണ്. ജയപ്രകാശ് ആയിരിക്കും മ്യൂസിക് ചെയ്യുക, അതേമാതിരി വെങ്കിയേട്ടലൂരിയാണ് പടം എടുക്കുക എന്നുള്ള രീതിയിലൊക്കെ എന്തായാലും ഒക്കെ കൺഫേം ആയിട്ടുണ്ട്. ഇതിന്റെ പൂജ ഫോട്ടോസ് അല്ലെങ്കിൽ സ്റ്റിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിൽ ആരും നായിക എന്നുള്ളത് മാറി വന്നിരുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റ് എന്തായാലും മമിത ബൈജു എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ലോഞ്ചിൽ അല്ലെങ്കിൽ പൂജയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മമിത ബൈജു. അപ്പോൾ ഫോട്ടോസൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ റെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള 235 കോടി നേടി എന്നുള്ള അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അത് നോൺ തിയേറ്ററിക്കലും കൂട്ടിയിട്ടാണ്. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിന്റെ പടം എടുത്ത അനുരാജ് മനോഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ആള് നീമ്പോളിനെ വെച്ചിട്ട് ശേഖരവർമ്മ രാജാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം അനൗൺസ് ചെയ്തിട്ട് ഷൂട്ടൊക്കെ തുടങ്ങിയിരുന്നു. ആകെ കൂടിയിട്ട് ചെറിയൊരു ഷൂട്ട് 2 ദിവസത്തെ ഷൂട്ട് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ഇനി എന്തായാലും തുടങ്ങുന്നുള്ളതിനാണ് അറിയാൻ സാധിക്കുന്നത്. തൽക്കാലം ഇപ്പം നിർത്തിച്ചിരിക്കുകയാണ്. പിന്നെ നരിവേട്ടം എന്ന് പറഞ്ഞ അടുത്ത പാട്ട് വരാൻ പോവാണ്. വാടാ വേട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. ഇത് പാട്ടിന്റെ പേരാണോ എന്നൊന്നും അറിയത്തില്ല, പാട്ടിന്റെ പേരാണെന്ന് ചാൻസില്ല. എന്തായാലും ജെക്സ്പിജയും വേടനും കൂടിയിട്ട് ഒന്നിച്ചിട്ടുള്ള ഒരു പാട്ടാണ് വരാൻ പോണത്. ഇന്ന് പുറത്തിറങ്ങുന്ന അറിയിച്ചിട്ടുണ്ട്, ടൈമൊന്നും അറിയിച്ചിട്ടില്ല. പിന്നെ നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള നിസാം ബഷീറിന്റെ 3ാമത്തെ പടം. കെട്ടിയോളാണ് എന്റെ മലക, അതിനുശേഷം റോഷാക്ക്, അതിനുശേഷം ഇപ്പോൾ ഇവരനാണ് നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള പടം. എന്തായാലും ഇതിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. ഏകദേശം സ്റ്റാർട്ടായിട്ട് 3-4 ദിവസമായി. പിന്നെ ശ്രീഗോകുലം മൂവീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ജൂഡ് ആന്റണി ജോസഫ് ഡയറക്ഷൻ ചെയ്യുന്ന ഒരു പടത്തിൽ ജയറാം അഭിനയിക്കുന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്. ജയറാം പറഞ്ഞു ഈ വർഷം 2 പടങ്ങൾ ആളുടെ സൂപ്പറായിട്ട് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിലൊന്നായിരിക്കും ഇത് മിക്കാറും. പിന്നെ വാർട്ടു എന്ന് പറഞ്ഞിടത്തിന്റെ ഒരു ഗ്ലിംസ് അല്ലെങ്കിൽ ടീസർ അത് ഇന്ന് വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 11 മണിക്കായിരിക്കും വരിക എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ജൂനിയർ NTRന്റെ ബർത്ത്ഡേ ആണ്, അതിന് പ്രമാണിച്ചിട്ടാണ് ഇത് പുറത്തിറങ്ങാൻ പോകുന്നത്. അപ്പോൾ അടുത്തായിട്ട് വാർട്ടു ആണ് ആളുടെ റിലീസ് ആവുള്ളത്. ഇത് കഴിഞ്ഞാൽ NTR നീലുണ്ട്. ഇപ്പോൾ NTR നീൽ എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് കൊണ്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്, സ്ക്രീൻ കാണിക്കാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലേക്ക് അടുത്തൊരു കാണുന്നവരിക്കും ബൈ.